അപ്പൊ ഇനി ടീം ബിഗ് ബീസ് അവരെന്താണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ആദ്യം നമ്മളെ വടി കാണിച്ച് പേടിപ്പിച്ചു, അങ്ങനത്തെ വല്ല പെർഫോമൻസ് ആണോ? അല്ല, ഞങ്ങളൊരു മൾട്ടി സംഭവമാണ്. മൾട്ടി, എല്ലാം മൾട്ടി ഉള്ളൂ. മൾട്ടിയാണ്. നമ്മളൊരു സൈസുള്ള മനുഷ്യനല്ലേ, ഇരിക്കട്ടെ. നമ്മള് സംഗീതം ഉണ്ടാവും, പുല്ലാങ്കുഴൽ ഉണ്ടാവും, പിന്നെ മോന്റെ വക ഒരു ചെറിയൊരു കുക്കിംഗ് അല്ല, ആക്ച്വലി ഒരു ഫുഡായിട്ട് റിലേറ്റഡ് ആയിട്ട് സംഭവം ഉണ്ടാവും. അതാണ് നമുക്ക് വേണ്ടത്. എന്റെ വൈഫിന്റെ വക കുറച്ച് ക്രാഫ്റ്റ് വർക്ക് ഉണ്ടാവും. ഓ ശരി. അപ്പൊ ഇതെല്ലാം മറ്റേ ടൈം ഇവിടെ നടക്കും. അറ്റ് ടൈം നടക്കും. ഞങ്ങളുടെ വീട്ടിലെ ഒരു പ്രഭാതം പോലെ ഇരിക്കുന്നത്. ഓ നിങ്ങളുടെ വീട്ടിലെ പ്രഭാതമാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. അപ്പൊ ടീം ബിഗ് ബീസിന്റെ വീട്ടിലെ പ്രഭാതം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോകണം അവിടെ. വെൽക്കം.
അങ്ങനെ അടിപൊളി, ഓ, അടിപൊളി. ഭാര്യ ഭർത്താവ് അച്ചോടാ. അച്ചോടാ. നമ്മൾ എന്തൊക്കെ കാണും. അതെന്തൊക്കെ കാണണം. പ്രതീക്ഷിച്ചില്ല ചേട്ടൻ. ഇനിയിപ്പോ ഇതെന്താണ്? ഭാര്യ ഇവിടെ. ദാഹിപൂരി അത്. പാനിയൊക്കെ പോയി. അല്ല ഇത് ഒന്ന് മതി, ഒന്ന് മതി. ഒന്ന് മതി. അപ്പൊ നമ്മള് ഇവരുണ്ടാക്കിയ പാനിപ്പൂരി അത് Try ചെയ്യട്ടെ? ദഹിപ്പൂരി കഴിക്കാൻ Try പോകും. ചെയ്യട്ടെ? പ്ലീസ്. ഇട്ടിരിക്കുന്ന ചാട്ട് മസാല ഭയങ്കര അടിപൊളി അല്ലേ? ഓടക്കുഴൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാർട്ട് തന്നെയാണ് അല്ലെ? എത്ര വർഷമായിട്ട് ഓടക്കുഴൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? ഡെയിലി വീട്ടിൽ പ്രാക്ടീസ് ഉണ്ടോ? എങ്ങനെയാ? 7 വർഷമായി. അപ്പൊ ചേച്ചി 7 വർഷമായിട്ട് ഈ ഓടക്കുഴലും കേട്ടോണ്ടായിരിക്കുന്നേ? രാവിലെ എന്നെ വിളിച്ചെണിപ്പിക്കണത് ഓടക്കുഴൽ വായിച്ചിട്ടാണ്. അപ്പൊ നിങ്ങളുടെ കോൺവെർസേഷൻ ഒക്കെയും ഈ ഓടക്കുഴലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കൊരു ടാസ്ക് ആയിട്ട് കൊടുക്കാം. ഇവരുടെ ഒരു ദിനചര്യ ജീവിതത്തിൽ ഈ ചോദ്യം ഉത്തരം എങ്ങനെയാണ് ഓടക്കുഴലിലൂടെ? എന്റെ അമ്മേ, താങ്കളുടെ ഭാര്യയെ രാവിലെ ഉണർത്താനായിട്ട് ഏത് പാട്ടാ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണർത്തുന്നത്? അങ്ങനെ സോപ്പിടും. പൂന്തിങ്കളാകുന്ന ഭാര്യ എന്ന് പറയുമ്പോൾ സുമ ചേച്ചിയുടെ റിയാക്ഷൻ എന്താണ്? സുമയെന്നാണ് എന്റെ പേരെങ്കിലും എന്നെ മുത്തേന്നാ വിളിക്കണത്. ദേഷ്യം വന്നു കഴിയുമ്പോ അതും പറഞ്ഞാലേ. ദേഷ്യം വന്നു കഴിയുമ്പോ പോത്തേന്ന് വിളിക്കണേ. ഞാൻ ആദ്യം ഇങ്ങനെയൊക്കെ സോപ്പിടും. എനിക്ക് മുത്തേന്നൊക്കെ പറയും. പിന്നെ എന്നിട്ട് രക്ഷയില്ലെങ്കിൽ കാലിന്റെ ഒരു ഒരെണ്ണം കൊടുക്കും. എനിക്ക് മുത്തേന്ന് പറയും. ഓക്കെ. അപ്പൊ ഇപ്പൊ സ്നേഹത്തിലുള്ള കാര്യം നേടലൊക്കെ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്, പറഞ്ഞൊരു കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏത് പാട്ട് പാടും? നാടൻ പാട്ട്. കാലത്തേണിക്കൂല, മുറ്റമടിക്കൂല, പല്ലുപോലും തേക്കൂല. അനിടെ മോളെ ഞാൻ നിക്കാഹു ചെയ്തിട്ടാകെ കുഴപ്പത്തില. അവൾ കാലത്തേണിക്കൂല, മുറ്റമടിക്കൂല, പല്ലും കൂടി തേക്കൂല. അടിക്കണ്ടല്ലോ, നിങ്ങൾ ഫ്ലാറ്റിലല്ലേ? പല്ല് തേക്കാറില്ലേ? പല്ല് കേൾക്കാറുണ്ട്, പക്ഷെ മുറ്റില്ലാത്ത കാരണം ഞങ്ങൾ റിജക്ട് ചെയ്തിരിക്കുന്നു. അല്ല പിന്നെയുണ്ട് ചേട്ടേ, ആനിയുടെ മോളേന്നാ പറഞ്ഞ. എന്റെ മമ്മിയുടെ പേര് ആനിന്നാ. അതാണ് അമ്മക്കിട്ടും കൂടെ കൊട്ടുണ്ട്. മകനോട് സ്നേഹം വരുമ്പോ അപ്പ ഏത് പാട്ടാ പാടാറ്? ഓ താമരക്കണ്ട് കണ്ടു. അപ്പോ എനിക്ക് എന്റെ ചെറുപ്പത്തില് എന്റെ അപ്പൻ എന്നെ എന്നും പാട്ടുപാടി ഉറക്കിയിട്ടുള്ളത് എനിക്കൊരു കുഞ്ഞു ഓർമ്മയൊക്കെ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷെ ആ ട്യൂൺ എന്റെ തലയിലുണ്ട്. ഞാൻ അതൊന്ന് വായിക്കാം. എൻ കുഞ്ഞൂർ അപ്പച്ചൊന്നും പഠിക്കാം അപ്പച്ച. എൻ കുഞ്ഞൂറങ്ങിക്കൊൾകെൻ കുഞ്ഞൂറങ്ങിക്കൊൾകെൻ കുഞ്ഞൂറങ്ങിക്കൊൾകെന്റെ തങ്കം. അമ്മച്ചിയുടെ കാര്യം കൂടെ പറയൂ. അമ്മ പല കാര്യത്തിലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ചെറുപ്പത്തിൽ. ഇന്ന് ആലോചിക്കുമ്പോൾ ഞാൻ ഒരുപാട് നല്ല ശീലങ്ങൾ പഠിച്ചത് ആ ശിക്ഷണ. അമ്മച്ചനെ പറ്റിച്ചിട്ടുണ്ട് അത് പ്രാവശ്യം. അപ്പൊ എന്റെ അമ്മേനെ ഓർക്കുമ്പോൾ എനിക്ക് ആകെ എനിക്ക് ഏറ്റവും കൂടുതൽ അമ്മയോട് തോന്നുന്ന ഒരു സാധനം ഇതാണ്. അമ്മ എന്തഴയ്ക്കാതെ ഉയിരില്ലയേ, അമ്മാവെ വണങ്ങാതെ ഉയർവില്ലയേ, നേരിൽ നിന്ന് பேசும் தெய்வம் பெற்ற தாயுன்றி வேறின்று ஏது, அம்மா என்றழைக்காது உயிரில்லையே, அம்மாவே வணங்காது உயர்வில்லை.